നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ചർച്ചാ ക്ലാസ് ആരംഭിക്കുകയായി. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഭഗവാൻ വേദവ്യാസന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീത വ്യാസഭഗവാൻ ഈ ലോകത്തിന് നൽകിയ മഹാ അനുഗ്രഹമാണ്. വേദങ്ങളുടെ മഹാസന്ദേശത്തെ അദ്ദേഹം നമ്മെപ്പോലുള്ള സാധാരണന്മാർക്ക് എളുപ്പത്തിൽ ഭംഗിയായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 18 അധ്യായങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീതയായി, ഭഗവാന്റെ പാട്ടായി മഹാഭാരതത്തിൻ്റെ ഉള്ളിൽ നിബന്ധിച്ചു. 700 ശ്ലോകങ്ങളുള്ള ആ മഹനീയ ഗ്രന്ഥത്തിൽ നാം അറിയേണ്ടതെല്ലാം അടങ്ങിയിരിപ്പുണ്ട്. വേദാന്തശാസ്ത്രം സമ്പൂർണമായും അടങ്ങിയിരിപ്പുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അതിലെ ഓരോ തത്വത്തിനും അദ്ദേഹം രൂപം കൽപ്പിച്ചു, കഥാപാത്രങ്ങളാക്കി അവയെ ഓരോന്നിനെയും. എന്ന് മാത്രമല്ല, അത് വെളിവാകാൻ പാകത്തിനുള്ളതായ കഥാസന്ദർഭങ്ങളുമുണ്ടാക്കി. അങ്ങനെ മഹാഭാരതം എന്നുള്ള ഈ ലോകം കണ്ട ഏറ്റവും ബൃഹത്തും മഹത്തും അഗാധവുമായ മഹനീയമായ ഇതിഹാസകാവ്യം പിറന്നു. മഹാഭാരതത്തെ അടുത്തറിയാൻ നാം ഗീതയെ ഉൾക്കൊള്ളണം. ഗീതയെ മനസ്സിലാക്കാനും നാം മഹാഭാരതത്തെ ഉൾക്കൊള്ളണം. അതാണ് ഗീതാഭാരതം എന്നുള്ള ഈ ചർച്ചാ ക്ലാസിന്റെ പരമമായിരിക്കുന്ന പ്രയോജനം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗയോഗം മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരമൊരുക്കുന്നു. ചെറുതും വലുതുമൊക്കെ ആയിട്ട് 1000 കഥാപാത്രങ്ങൾ അതിനുള്ളിലുണ്ട്. അവരെയെല്ലാം അടുത്തറിയാൻ ദൈവാസുര സമ്പദ്വിഭാഗയോഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങളെയും അവയുടെ സ്വഭാവത്തെയും വ്യക്തമായി അറിയാൻ ദൈവാസുര സമ്പദ്വിഭാഗയോഗം പ്രയോജനപ്പെടുന്നു. നമ്മെ തന്നെ നമുക്ക് വ്യക്തമായി അറിയാൻ ദൈവാസുര സമ്പദ്വിഭാഗയോഗം പ്രയോജനപ്പെടുന്നു. അതിൽ ദൈവീ സമ്പത്തിന്റെ സവിശേഷതകൾ വ്യാസഭഗവാൻ ആദ്യമേ പറഞ്ഞു വച്ചിരിക്കുന്നത് നാം മഹാഭാരത കഥകളിൽ കൂടി തന്നെ കണ്ടു. ആസുരി സമ്പത്ത് തുടർന്ന് വ്യാസഭഗവാൻ വിശദീകരിക്കുന്നു. അതിൻ്റെ പ്രത്യേകതകളെല്ലാം അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിനെ പഠിക്കുന്ന
പരിശ്രമത്തിലാണ് ഇപ്പോൾ നാം ഏർപ്പെട്ടിരിക്കുന്നത്. ദംഭോ ദർപ്പോ അതിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരി. വളരെ സ്പഷ്ടമായിട്ട് വ്യാസഭഗവാൻ ആസുരി സമ്പത്തിന്റെ സവിശേഷതകൾ ഒന്നൊന്നായിട്ട് നമ്മുടെ മുന്നിൽ അണിനിരത്തുന്നു. ദംഭം, ദർപ്പം, അതിമാനം, ക്രോധം, പാരുഷ്യം, ഇങ്ങനെ അവ ഒന്നൊന്നായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇതെല്ലാം രാജസഗുണത്തിന്റെയും താമസഗുണത്തിന്റെയും പ്രത്യേകതകളാണ്. സത്വം, രജസ, തമസ എന്ന 3 ഗുണങ്ങളുണ്ട് പ്രകൃതിയുടെ സ്വഭാവമായിട്ട്. ഈ പ്രപഞ്ച നിർമ്മിതിക്ക് അത് ആവശ്യമാണ്. അതിൽ രാജസ താമസ ഗുണങ്ങളുടെ ഭാഗമായിട്ട്, അവയുടെ സ്വരൂപമായിട്ട്, സ്വഭാവമായിട്ട്, അവയുടെ ധർമ്മമായിട്ട് ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും കടന്നു വരുമ്പോൾ ദൈവീ സമ്പത്ത് രാജസ താമസങ്ങളിൽ കുറവായിരിക്കും, ആസുരീ സമ്പത്ത് ഏറി നിൽക്കും. ആ ആസുരി സമ്പത്തിനെ നമ്മൾ പഠിക്കുകയാണ്. ദംഭം, ദർപ്പം, അതിമാനം, ക്രോധം, പാരുഷ്യം എന്നിങ്ങനെ. നാം ഇപ്പോൾ പാരുഷ്യത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വിശദമായിട്ട് ഇതെല്ലാം കഥകളിലൂടെ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലെ പരുഷത ഏതവസരത്തിലും കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പരുഷമായി ചിന്തിക്കുകയും പരുഷമായി പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം അവരുടെ ശാരീരിക ചലനങ്ങൾ പോലും അവരുടെ ഉള്ളിലെ പാരുഷ്യത്തെ വ്യക്തമാക്കും. അത് നാം ദുര്യോധനന്റെ പരുഷതയെ ദ്രോണപർവത്തിലെ ഒരു ഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം തിരിച്ചറിയുന്നു. ദ്രോണപർവത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഒന്ന് അഭിമന്യുവിന്റെ വധം, ചതിവിലാണ് അഭിമന്യുവിനെ കൊന്നത്. തുടർന്ന് ജയദ്രഥവധം. അപ്പോഴേക്കും യുദ്ധം 14 ദിവസത്തിലായി. 14 ദിവസം വൈകുന്നേരമാണ് ജയദ്രഥവധം. അഭിമന്യുവിനെ കൊല്ലിക്കുന്നതിന് മുഖ്യ കാരണക്കാരനായിരുന്നു ജയദ്രഥൻ. അതുകൊണ്ട് അർജുനൻ പ്രതിജ്ഞ ചെയ്തു, ജയദ്രഥനെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അടുത്ത ദിവസം വധിക്കും എന്ന്. 13-ാം ദിവസം അഭിമന്യുവധം നടന്നു. അന്ന് വൈകുന്നേരം അർജുനന്റെ പ്രതിജ്ഞ. അടുത്ത പുലരി മുതൽ 14-ാം ദിവസത്തെ യുദ്ധം. ജയദ്രഥനെ സംരക്ഷിക്കാൻ സർവ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ദ്രോണരും ദുര്യോധനനും ഒക്കെ ചേർന്നിട്ട്. ജയദ്രഥന് വാക്കും കൊടുത്തിരുന്നു അയാൾക്ക് യാതൊരു ആപത്തും ഉണ്ടാവുകയില്ല എന്നും. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അർജുനന്റെ അസ്ത്രമേറ്റ് ജയദ്രഥൻ മരിച്ചു വീണു. ജയദ്രഥന്റെ പിതാവും കൊല്ലപ്പെട്ടു. അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ ആകെ ദുഃഖിതനായി. അവർ തയ്യാറാക്കിയ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിലംഘിച്ചുകൊണ്ടാണ് അർജുനൻ ഈ കർമ്മം ചെയ്തത്. അർജുനന്റെ മുന്നിൽ നിന്നിട്ട് കൗരവപടയിലെ എല്ലാ പ്രമുഖന്മാരും, കൃപരും, അശ്വത്ഥാമാവും, കർണനും, ദുര്യോധനും, ദുശാസനും, ശല്യരും എല്ലാവരും തോറ്റു പിന്മാറേണ്ടി വന്നു. അവരെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് അർജുനൻ മുന്നേറിയതും ജയദ്രഥനെ വധിച്ചതും. അങ്ങനെയായാൽ ഇനി വിജയത്തിന് യാതൊരു സാധ്യതയുമില്ല എന്ന് ദുര്യോധനൻ ഉറപ്പായി. അത് തൊട്ട് ആകെ പരിഭ്രാന്തിയായി. ആ പരിഭ്രാന്തി പരുഷമായി തന്നെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിൽ ചെന്ന് കലാശിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ഫലമായിട്ട് ദ്രോണൻ സർവസൈന്യാധിപൻ, 11-ാം ദിവസം മുതൽ അദ്ദേഹമാണ് സർവസൈന്യാധിപൻ. അദ്ദേഹം സൈന്യാധിപത്യം ഏറ്റെടുത്തതിന് ശേഷമാണ് പരാഭവങ്ങൾ വളരെയേറെ സംഭവിച്ചിരിക്കുന്നത്.
അപ്പോൾ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്ന് ഇതെല്ലാം അദ്ദേഹത്തിന്റെ കഴിവുകേടുകൊണ്ടാണ്, ദൗർബല്യം കൊണ്ടാണ് എന്ന് വ്യംഗ്യമായി പരുഷവാക്കുകളാൽ പറയാൻ ദുര്യോധനൻ പുറപ്പെട്ടു. വാച്യമായി പരുഷവാക്കുകൾ കൊണ്ട് ദുര്യോധനൻ ദ്രോണനെ പ്രകടമായി ശകാരിച്ചില്ല. പക്ഷേ അദ്ദേഹം വ്യംഗ്യമായി കണക്കിലേറെ ദ്രോണനെ ശകാരിക്കുകയായിരുന്നു. അങ്ങനെ പരുഷത, ദുര്യോധനന്റെ ഹൃദയത്തിലെ പരുഷത അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. ആ പാരുഷ്യം, രജോ ഗുണം ഏറി നിൽക്കുന്നു ദുര്യോധനനില് എന്ന് മാത്രമല്ല, ദമ്പവും ദർപ്പവും ഒക്കെ ആവശ്യത്തിലേറെയുണ്ട്. അപ്പോഴേക്കും പരുഷത അതിന്റെ പൂർണ്ണതയിലെത്തും. അതെല്ലാം അവിടെ ആ വാക്കുകളിൽ പ്രകടമാവുകയായിരുന്നു. ഓരോ വാക്കും ദ്രോണന്റെ ഹൃദയത്തില് കൂരമ്പായിട്ട് തറഞ്ഞ് കയറുകയായിരുന്നു.